നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനിയൻകുട്ടനോട് വേദയും വിക്രം കൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അനിയൻകുട്ടനാണ് വല്ലാത്തൊരു കടച്ചിൽ തന്നെയായിരുന്നു. കാരണം അനിയൻകുട്ടൻ എന്ത് പറയണമെന്നറിയില്ല. ഒരു പക്ഷേ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വേദ അതെങ്ങനെ ഉൾക്കൊള്ളുന്നൊരു ചിന്ത അനിയൻകുട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്ത് വിക്രം അനിയൻകുട്ടനോട് ചോദിച്ചു, എന്തിനാടാ മോനെ നീ കരയണേ? നീ കാര്യം എന്താ വെച്ചാൽ പറയാൻ പറഞ്ഞു. ഈ സമയത്ത് വേദ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട അനിയൻകുട്ട, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ നീ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചു. അപ്പോഴും അനിയൻകുട്ടന് കരച്ചിൽ തുടരുവാണ്. വിക്രം ചേർത്ത് പിടിച്ചവനെ. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തേലും വരുമോ അല്ല നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി കൊണ്ടാണോ? ഞാനുള്ളപ്പം നിന്നെ തൊടാനായിട്ട് ആർക്കെങ്കിലും ധൈര്യം തോന്നുവാടാ. വേദ പറഞ്ഞു, നിന്റെ കൈകളിലാണ് ഇപ്പം വിക്രത്തിന് ഭാവി ഇരിക്കുന്നത്. കാരണം നീ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മാത്രമേ വിക്രം ഇതിനകത്തുനിന്ന് കുറ്റവിമുക്തനാവുള്ളൂ. പുളിക്കൻ്റെ കേസും വരുണിനെ കൊന്നത് ആരെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നീ വിചാരിക്കണമെന്ന് പറഞ്ഞു. നിനക്കറിയാൻ കാര്യങ്ങളൊക്കെ, നീ ഒന്ന് പറ അനിയൻകുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം നിർബന്ധിക്കുകയാണ്. ഈ സമയത്ത് ജോബിയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് നേരെ പോകുന്നത് ബാറിലേക്കാണ്. അങ്ങനെ ബാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജോബി പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സാറേ, പക്ഷെ ഞാൻ പറഞ്ഞ എമൗണ്ട് തരണം. അങ്ങനെ ഒടുവിൽ അവർ സമ്മതിക്കുകയാണ്. 25 ലക്ഷം രൂപ കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, തരാം. വേദയും വിക്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ചതിക്കാൻ എങ്ങനെ പുറപ്പാടെങ്കിൽ അറിയാലോ. ജോബി പറഞ്ഞു, അങ്ങനെ ഞാൻ ചതിക്കത്തൊന്നുമില്ല സാറേ, ആ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട. എൻ്റെ ശത്രുവാണ് വിക്രം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നേ. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് തന്ന് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം SI ആണ്. SI സാറിന് ഇവിടുത്തെ CA ആയിട്ട് പരിചയമുണ്ടായിരുന്നു, സാബു സാറുമായിട്ട്. സാറാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, പക്ഷേ ഒരു കാര്യമുണ്ട്, പണം തരണമെങ്കിൽ നീ അവരെ ഞങ്ങളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാൻ അവരെ കാണിച്ചുതരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഞാനുണ്ടെന്നുള്ള കാര്യം അവൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ജോബിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ഇനി വിക്രം തന്നെ ഉപദ്രവിക്കുമെന്നൊരു ചിന്ത. ശ്രീകാന്ത് പറഞ്ഞു, അതൊന്നും ഓർത്ത് താൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു, ചന്ദ്രശേഖരന് ശ്രീകാന്തിനെയും ജോബിയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്, അവിടേക്ക് വരുവാണ്. അതിനുശേഷം ചന്ദ്രശേഖരൻ തൻ്റെ ഗുണ്ടകളെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ അങ്ങോട്ടേക്ക് വന്നു. അവന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവന്മാരുടെ കാര്യങ്ങളൊക്കെ പറയണം, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇവനോടൊപ്പം നിങ്ങൾ പോകണം, പോയിട്ട് പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ വിക്രത്തിനെ തട്ടിയിട്ട് വേദയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. വിക്രത്തെ മാത്രമല്ല, അവനോടൊപ്പം വേറൊരുത്തരും കൂടെ ഉണ്ട്, അനിയൻകുട്ടന്. അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് പണിയാന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു. തങ്ങൾക്ക് പണിയാന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ചന്ദ്രശേഖരൻ ആ കാര്യം കൂടെ പറയുന്നത്. അവനെയും തീർത്തേക്കാൻ പറഞ്ഞു. ഒരു കാരണവശാലും ഇനി അവർ രണ്ടുപേരും ജീവനോടെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, വേദയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുണ്ടകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ്റെ കൂടെ പറഞ്ഞു വിടുവാണ്, ജോബിയുടെ കൂടെ. അപ്പം കാര്യങ്ങളൊക്കെ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്നങ്ങനെ അവർക്കൊരു താക്കീതും കൊടുത്തിട്ടാണ് വിടുന്നത്. ഒരു കാരണവശാലും വിക്രത്തിന് മുന്നിൽ പിടിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ അവിടെ രാജാക്കാരനെ തിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും വേദയും വിക്രോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അവർ അനിയൻകുട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കുറച്ച് സമയം കൊടുത്തു അനിയൻകുട്ടന്, അവനൊന്ന് കരയട്ടെ, കരഞ്ഞ് തീർക്കട്ടെ, അവൻ്റെ വിഷമങ്ങളൊക്കെ തീർക്കട്ടെ. ഒടുവിലാണ് അനിയൻകുട്ടൻ ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. വിക്രം, നിൻ്റെയും വേദയുടെയും ജീവൻ അപകടത്തിലാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ചോദിച്ചു, എന്തൊക്കെയാണ് നീ പറയണേ? അതെ, ഈ പറയുന്ന ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. വേദ പറഞ്ഞു, അനിയൻകുട്ട, ഞാൻ ആരാന്ന് അറിഞ്ഞാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് അനിയൻകുട്ടൻ ആ കാര്യം പറയണേ, ശത്രു വേറെ ആരുമില്ല, വേദയുടെ സഹോദരൻ തന്നെയാണ്, ശ്രീകാന്താന്ന് പറഞ്ഞു. ശ്രീകാന്തോ എന്ന് വിക്രം ചോദിച്ചു. അതെ, ഞാൻ കണ്ടതാ വിക്രം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പുളിക്കനെ വീണ്ടും വീണ്ടും കുത്തുന്ന ഞാൻ കണ്ടതാ. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അല്ല നിനക്ക് തെറ്റിയിട്ടൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല, തെറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുളിക്കനെ രക്ഷിക്കാൻ പറ്റില്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോഴവന്മാർ എന്നെയും തീർത്തേനം. ഞാൻ അവിടെ മറിഞ്ഞിരുന്നു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂന്ന് പറഞ്ഞു. എൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും വലിയ
കാര്യം കാണുമായിരിക്കും. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ആ കാര്യം ഉറപ്പല്ലേ? വരുണിൻ്റെ കൊലപാതകം അത് മിക്കവാറും ശ്രീകാന്ത് ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടായിരിക്കും പുളിക്കിനെ ഇല്ലാതാക്കാണ്ട് അവർ ശ്രമിച്ചത്. കാരണം പുളിക്കിന് ആ സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ള കാര്യം അവർക്കറിയാലോ. അത് കേട്ടപ്പം വേദ പറഞ്ഞു, അത് ശരിയാ വിക്രം, അതിനുള്ള ചാൻസ് 100% ഉണ്ട്. എൻ്റെ ചേട്ടൻ എൻ്റെ സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണക്കൊതിയനാണ്. ഒരുപക്ഷെ വിക്രത്തിനെ എന്നെയൊക്കെ ഇല്ലാതാക്കിയിട്ട് സ്വത്തുക്കൾ കൈയടക്കാൻ ശ്രമിക്കുമായിരിക്കും. അല്ലെങ്കിലും എൻ്റെ മുത്തശ്ശന് എൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്ന സ്വത്തുക്കൾ, അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വിക്രത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്കൊരിക്കലും അനുഭവിക്കാൻ കിട്ടത്തില്ല. അത് മാത്രമല്ല, വർഷേച്ചിയുടെ അച്ഛനുണ്ടല്ലോ ചന്ദ്രശേഖരൻ അങ്കിള്, എന്തുകൊണ്ടാണെന്നറിയോ ദർശനെ എന്നെയും കൂടെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണേ? ആ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ്. സ്വത്തുക്കൾ പുറത്തു പോകാൻ പാടില്ല, ആ കുടുംബത്തിലേക്കെല്ലാം വന്നു ചേരണം, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അവനെ ഞാൻ വെറുതെ വിടത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. വരുണിനെ ഇല്ലാതാക്കിയതും അവനായിരിക്കും, അല്ലെങ്കിൽ അവനറിയാവുന്ന ആരോ ആണ് അത് ചെയ്തിരിക്കുന്നത്. അനിയൻകുട്ടൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് വിക്രം എന്ന് പറഞ്ഞു. പേടിക്കുന്ന എന്തിനാ, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പറഞ്ഞു, വേണ്ട, അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെ ഇനി വെറുതെ വെച്ചിട്ടില്ലായിരിക്കും, ഞാൻ ദൃസാക്ഷിയാന്ന് അറിഞ്ഞു കാണുമല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചു. വിക്രം പറഞ്ഞു, അറിഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ലടാ, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവനെ അച്ഛൻ്റെ അടുത്ത് പള്ളിമേടയിലാക്കിയിട്ട് വിക്രം വേദയും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് വിക്രം വേദയോട് പറഞ്ഞു, അല്ല വേദ, നമ്മൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. വേദ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അച്ഛനെ വിളിക്കാം, അച്ഛനെ വിളിച്ച് സംസാരിക്കാം, ശങ്കരനാരായണനെ. അങ്ങനെ വേദ എന്ത് ചെയ്തു, ഒടുവിൽ ശങ്കരനാരായണൻ നമ്പർ പറഞ്ഞു കൊടുത്തു. വിക്രം ശങ്കരനാരായണനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ശങ്കരനാരായണൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു, അല്ല നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിങ്ങൾ വന്നാൽ മതി, അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം വിക്രം പറഞ്ഞു, അനിയൻകുട്ടന് സ്വബോധം തിരിച്ചു വന്നിട്ടുണ്ട്, അവൻ സത്യങ്ങളൊക്കെ പറയും, അവന് സത്യങ്ങളൊക്കെ അറിയാച്ചാ, നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, അങ്ങനെയാണൊരു കാര്യം ചെയ്യുക, അവൻ്റെ മൊഴി ഞാൻ എടുത്തോളാം. അപ്പോഴേക്കും വേദ ഫോൺ വാങ്ങി ശങ്കരനാരായണൻ സംസാരിക്കുന്നുണ്ട്, എന്തായാലും എങ്ങനെയാന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ശരി എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരനാരായണൻ ഉറപ്പ് കൊടുക്കുവാണ്. ശങ്കരനാരായണൻ അല്ലേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകാന്തിനെങ്ങാനും ഈ പുളിക്കന്നെ പറഞ്ഞോ വരുണിൻ്റെ കൊലപാതകമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ശ്രീകാന്ത് ഈ വീട്ടിലുണ്ടാകത്തില്ലെന്ന്, അന്നത്തോടുകൂടി അച്ഛനും മോനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുമെന്ന്. ശങ്കരനാരായണൻ്റെ ശ്രീകാന്തിൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. ഒടുവിൽ ആ സംശയങ്ങളൊക്കെ അങ്ങനെ ശരിയാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. പിന്നീട് വേദയും വിക്രവും കൂടെ സേതുവിനെ കാണുന്നുണ്ട്. സേതുവിനെ കണ്ടു കഴിഞ്ഞിട്ട് സേതുവിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവാണെന്നൊക്കെ ചോദിച്ചു. അനിയൻകുട്ടിയുടെ സ്വഭാവം തിരികെ കിട്ടിയല്ലോ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇന്ന് പോകുന്നില്ല, സന്തോഷിനെ കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പം സന്തോഷിൻ്റെ കല്യാണവും കൂടാനായിട്ടായിരുന്നു സേതുവും കൂടെ അങ്ങോട്ട് അവിടേക്ക് വന്നത്. അങ്ങനെ വൈകുന്നേരം അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. വേദയും വിക്രവും ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അവരോടൊപ്പം അനിയൻകുട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്താണ് ശ്രീകാന്ത് അയച്ച ഗുണ്ടകളും ജോബിയും കൂടെ അവിടേക്ക് വരുന്നത്. അവർ പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് വരുവാണ്. അനിയൻകുട്ടനും വിക്രത്തിനെ ഇല്ലാതാക്കണം, വേദയെ തട്ടിക്കൊണ്ടു പോകണം, അതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പോൾ സന്തോഷം വിളിച്ച കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിനിടയിലേക്ക് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേദയും വിക്രത്തെയൊക്കെ പിടികൂടാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.